കേന്ദ്ര സർക്കാർ നിർബന്ധത്തിന് വഴങ്ങി റേഷൻ മസ്റ്ററിംഗ് നടത്തിയെങ്കിലും ഭക്ഷ്യവിഹിതത്തിൽ ആശങ്കപ്പെട്ട് കേരളം. ഗുണഭോക്താക്കളുടെ EKYC നടത്തിയില്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യധാന്യ വിഹിതം ലഭിക്കില്ലെന്നാണ് കേന്ദ്രം നൽകിയിട്ടുള്ള സൂചന. ഇതിനു പുറമെ മഹാരാഷ്ട്ര മാതൃകയിൽ ഭക്ഷ്യധാന്യത്തിന് പകരം റേഷനുള്ള പണം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നൽകുന്ന പദ്ധതി അണിയറയിലുണ്ടെന്നാണ് കേരളത്തെ അലട്ടുന്ന പ്രശ്നം. ഇതോടെ മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായി റേഷൻ ചുരുങ്ങും. 95% മസ്റ്ററിംഗ് പൂർത്തിയായി. സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ മസ്റ്ററിംഗ് കേന്ദ്രം നിർബന്ധമാക്കിയത്. BPL വിഭാഗത്തിൽ 6 ലക്ഷവും മുൻഗണനാ വിഭാഗത്തിൽ 82 ലക്ഷവുമാണ് കേരളത്തിലെ റേഷൻ ഗുണഭോക്താക്കൾ. ഇതിൽ 95% മസ്റ്ററിംഗ് പൂർത്തിയായി. മറ്റ് സംസ്ഥാനങ്ങൾ ഇതിനേക്കാൾ പിന്നിലായതിനാൽ കഴിഞ്ഞ ഡിസംബർ 31 എന്നത് മാർച്ച് 31 വരെ നീട്ടുമെന്നാണ് പ്രതീക്ഷ. മസ്റ്ററിംഗ് നിർബന്ധമായതിനാൽ ചെയ്യാത്തവർക്ക് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യവിഹിതം ലഭിക്കാനിടയില്ല. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന് മുൻപായി ബോംബെയിലെ 2ഇടത്തും താനെയിൽ 1ഇടത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ DBT പദ്ധതി നടപ്പാക്കിയിരുന്നു. പുതുച്ചേരിയിലും പഞ്ചാബിലെ ചിലയിടങ്ങളിലുമൊക്കെ പദ്ധതി നടപ്പായി വരുന്നു. മസ്റ്ററിംഗ് വഴി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മുഴുവൻ കേന്ദ്രത്തിന്റെ പക്കലായതിനാൽ DBT നടപ്പാക്കാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെ വന്നാൽ റേഷൻ സംവിധാനങ്ങൾ താളം തെറ്റും.